കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നു. വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി തന്നെ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ തന്നെ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് പ്രവചനം. നാളെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല മാന്നാർ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കയ്ക്കും മുകളിലായി തന്നെ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായി തന്നെ മെയ് 11 കൂടി തന്നെ ഏകദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഏകദേശം എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 2026 മെയ് 13 വരെയാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ ലഭിക്കും. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനാണ് സാധ്യതയുള്ളതായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മിന്നലിനും കാറ്റിനും തീവ്ര മഴയ്ക്കും ഒരുമിച്ചെത്തുന്ന ഈ ഒരു മെയ് മാസം മധ്യ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ മാസമാണ് എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തീവ്ര മഴ മൂലം ഉണ്ടാകുന്ന മിന്നൽ പ്രളയമാണ് മറ്റൊരു ഭീഷണിയായി പറയുന്നത്. മഴക്കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ മഴ. 24 മണിക്കൂറിൽ പെയ്യുന്ന മഴ 24 മിനിറ്റിൽ പെയ്തിറങ്ങുകയും മഴക്കാല രീതിയിൽ, അതായത് വലിയ രീതിയിലുള്ള അപകട സാധ്യത ഇതിൽ നിലനിൽക്കുകയാണ്. പഴയകാല എഞ്ചിനീയറിംഗ് കണക്ക് പ്രകാരമുള്ള ഓട്ടകളോ അല്ലെങ്കിൽ പഞ്ഞുകളോ ഇപ്പോഴത്തെ മിന്നൽ പ്രളയത്തെ നേരിടാൻ പര്യാപ്തമല്ല എന്നതാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. റോഡുകളും മറ്റും മഴ പെയ്യുമ്പോൾ തടാകമാകുന്നതിന് കാരണം ഇതായി തന്നെ പറയുന്നു. മുൻകാലങ്ങളിൽ പുരയിടങ്ങളിലും അവിടെ നീർത്തടങ്ങളിലും പാടങ്ങളിലും ഒക്കെ തന്നെ തോടുകളിലൊക്കെ തന്നെ ഏറെക്കുറെ നേരം ഈ വെള്ളം തങ്ങി നിന്നുകൊണ്ട് അത് മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നത് വഴി ഈ ഒരു രീതി അല്ലെങ്കിൽ പ്രളയ ഭീതി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ അവിടെ വീട് മുറ്റങ്ങൾ പോലും ടൈലിട്ടുകൊണ്ട് അടിച്ചു നിരത്തിയതിനാൽ തന്നെ മണ്ണിലേക്കുള്ള മഴവെള്ളത്തിന്റെ ആ ഒരു തോത് ഇറങ്ങുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. തെങ്ങിന് തടമെടുക്കാൻ പോലുമുള്ള പരമ്പരാഗത കാർഷിക ശീലം പോലും ഇവിടെ ഇപ്പോൾ അന്യം നിന്ന് പോകുകയാണ്. ഇതിന് പരിഹാരം കാണുവാനും പഞ്ചായത്ത് തലത്തിൽ പോലും കൃഷിഭവനുകളും കാർഷിക കൂട്ടായ്മകളും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അന്തരീക്ഷ താപം മൂലം മേഘങ്ങളിൽ പഴയതിലും കൂടുതലായി തന്നെ നീരാവി നിറയുന്നുണ്ട്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബുകളാണ് ഇപ്പോഴത്തെ കൂമ്പാര മേഘങ്ങൾ എന്നതാണ് പഠനം സൂചിപ്പിക്കുന്നതായി തന്നെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇവ സംയോജിപ്പിക്കുന്ന പീരുമേട് മലനിരകൾക്ക് താഴെയും പമ്പ, കാക്കി, അതുപോലെ മറ്റ് വനമേഖലകൾ ഇതിനോടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ കൂമ്പാര മേഘങ്ങൾ പെയ്തിറങ്ങാൻ സാധ്യതയുണ്ടെന്നതാണ് പഠനം പറയുന്നത്. ഇത് കനത്ത മഴയ്ക്കും മണ്ണിടിച്ചിലിനും കാരണമായേക്കാം. മലയോര പാതകളിൽ ഏതു സമയത്തും എവിടെ നിന്നും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ പാറ വീഴ്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വിദേശ രാജ്യങ്ങളിലെ പല മലപാതകളിലും ഷൂട്ടിംഗ് സോണുകളെ സൂക്ഷിക്കുക എന്ന ഒരു അപകട മുന്നറിയിപ്പ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് നമ്മുടെ നാട്ടിലും വെക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ തീവ്ര മഴ നാടിനെ എത്തിച്ചിരിക്കുന്നത് എന്നതും ഇവിടെ വ്യക്തമാക്കുകയാണ്. പാറ പൊട്ടിക്കലും മണ്ണിടിപ്പും എല്ലാം മൂലം മധ്യ കേരളത്തിലെ പല ഇടനാടൻ കുന്നുകൾ പോലും വലിയ രീതിയിൽ അപകട ഭീഷണി നേരിടുകയാണ്. നാടിന്റെ ജലഗോപുരങ്ങളായ ഇത്തരം മലകളിലും പാറക്കെട്ടുകളിലുമാണ് പ്രത്യേക ജലം അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് വേനലിൽ ഉറവയായി തന്നെ നിലനിൽക്കുന്നത്. പ്രകൃതിയുടെ ഈ ഒരു രഹസ്യം മറന്നതോടുകൂടി തന്നെ പെയ്യുന്ന മഴ മണ്ണിലേക്ക് ഇറങ്ങാതെ അപ്പാടെ തന്നെ റോഡുകളിലൂടെയും മറ്റും അത് കുമിഞ്ഞുകൂടി വലിയ രീതിയിൽ ഒരു പ്രളയ സാധ്യത അവിടെ ഉണ്ടാക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്കും കാരണമായേക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.